ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം നമുക്കിവിടെ സുഖം തന്നെയാണ് കേട്ടാ. അപ്പോൾ കുറച്ച് ദിവസമായി ഇതുപോലെ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട്. അപ്പം ഇനി ഞാൻ ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടാ വന്നിട്ടുള്ളത്. കുറച്ച് ആൾക്കാരെ റിക്വസ്റ്റ് ഉണ്ട് എല്ലാ ദിവസവും ഇതുപോലെ ലോങ് വീഡിയോ ഇട്ടൂടെ എന്നല്ല ഉള്ളത്. അപ്പം എല്ലാ ദിവസവും നമ്മളെ കൊണ്ട് ഇതുപോലെ ലോങ് വീഡിയോ ഇടലൊന്നും നടക്കൂല കേട്ടാ. കാരണം ലോങ് വീഡിയോ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കഷ്ടപ്പാട് തന്നെയാണ്. ഒരു ദിവസം തന്നെ മെനക്കെടേണ്ടി വരും കേട്ടോ. ഈ ലോങ് വീഡിയോ എടുക്കാനായാലും അത് എഡിറ്റ് ചെയ്യാനായാലും വോയിസ് കൊടുക്കാനായാലും എല്ലാം ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും കേട്ടാ. പ്രത്യേകിച്ച് എന്റെ കാര്യം, ഞാൻ ഇതുപോലെ ലോങ് വീഡിയോ എടുത്തതിന് ശേഷം എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്ക് ഏകദേശം ഒരു 5 മണി 5:30 ആവും കേട്ടോ എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേന്. ഇനി അത് വോയിസ് കൊടുക്കലാണെങ്കിലോ, വോയിസ് കൊടുക്കൽ എന്ന് പറയുമ്പോൾ ഒരു 6 മണിക്ക് ശേഷമാണ് ഞാൻ വോയിസ് കൊടുക്കാൻ ഇരിക്കല് കേട്ടോ. അപ്പൊ നമ്മളോട് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഓണത്തിന്റെ ക്ലീനിങ് വീഡിയോ ഇടുവോ അങ്ങനെയെല്ലാം ചോദിച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഞാനൊരു കാര്യം സത്യസന്ധമായിട്ട് പറയാം, നമുക്ക് ഇപ്രാവശ്യം ഓണം ഇല്ല. അപ്പൊ ഓണം ഇല്ലാത്തതിന്റെ കാരണം എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ ഏട്ടന്റെ അമ്മമ്മ മരിച്ചു പോയിട്ടുണ്ടേനു, അതുപോലെ അച്ഛന്റെ അമ്മാവും മരിച്ചു പോയിട്ടുണ്ടേനു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വർഷത്തെ ഓണാഘോഷ പരിപാടിയും ഒരു വർഷത്തെ വിഷു ഉണ്ടാവൂല കേട്ടാ. ഓണപരിപാടി നടത്താൻ പറ്റാത്തതിന്റെ നല്ല വിഷമമുണ്ട് കേട്ടാ. പക്ഷെങ്കിൽ എല്ലാ വർഷവും നമുക്ക് ഒരുപോലെ കിട്ടണം എന്നില്ലല്ലോ. എല്ലാ വർഷവും നമുക്കിപ്പം ദൈവം ഒരുപോലെ കൊണ്ടുതരുമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഓണാഘോഷ പരിപാടി കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടാ. ഇന്നലെ അനക്കൊരു വർക്ക് ഉണ്ടേനു കേട്ടാ, ഒരു ഗസ്റ്റ് മേക്കപ്പ് ലുക്ക് ഏനുവേ. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോ ലേറ്റ് ആയിനേനു, അങ്ങനെ കിടന്ന് ഉറങ്ങിയേട്ടാ. അപ്പൊ ഇപ്പൊ ഞാൻ പൊന്നൂസിനെ കൊണ്ടുവിട്ടിട്ട് വരുന്ന വരെ വന്നേ, വേറെ എവിടെയല്ല വാനിൽ കൊണ്ടുവിട്ടിട്ട് വരുന്ന വരെ വന്നേ. അപ്പൊ ഞാൻ കുളിച്ചിനില്ല, പല്ലേച്ചിനില്ല, അതിന്റെ ആക്ഷനാണ് ഇപ്പൊ ഇട്ടത്. ഇന്നലെ വന്നിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങുക ചെയ്തത്. അപ്പൊ ഇനി രാവിലെ എണീച്ചിട്ട് കുളിക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടാ ഞാന്. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അല്ലേ. അതിലിടക്ക് ഞാൻ എന്റെ റൂമിന്റെ കോലൊന്ന് കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. ഇതാ ഒരു കെട്ട് തുണി ആടെ മടക്കാനുണ്ട്. അതുപോലെ ഞാൻ വർക്കിന് പോയിട്ട് ബാഗെല്ലാം കൊണ്ടുവന്നിട്ട് അങ്ങനെ ആടെ ചാടു ചെയ്തത്, അതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാനുണ്ട്. പിന്നെ ഏട്ടന് ഇന്ന് പണിക്ക് പോയില്ല കേട്ടോ, ഏട്ടന് ചെറിയൊരു പനിയുണ്ട്, അതുകൊണ്ട് പണിക്ക് പോയിട്ടില്ല. അതുപോലെ പൊന്നുവിന്റെ ടേബിള് എല്ലാം അലങ്കോലായിട്ട് കിടക്കലാണ് കേട്ടോ. അപ്പൊ അതെല്ലാം എനക്കൊന്ന് നീറ്റാക്കി എടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഞാനൊരു പാട്ടിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്കിതുപോലെ രാവിലെ എണീച്ചിട്ട് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പാട്ടെല്ലാം വെച്ചിട്ട് ചെയ്യാനാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. ഒരുപാട് വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ എന്റെ ജ്യൂസ് തീർന്നു പോയിട്ടുണ്ട്. അപ്പൊ അതിനി അത്രയും പെട്ടെന്ന് ആക്കണോ, എന്തായാലും ഇന്നാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം നിങ്ങൾ കണ്ടില്ലേ റൂമിന്റെ എല്ലാം കോലോ, ഒരുപാട് പണി ബാക്കിയുണ്ട് കേട്ടോ. അതെല്ലാം ഇനി ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഞാൻ ഇന്ന് ലോങ് വീഡിയോ എടുക്കണമെന്ന് ഒട്ടും വിചാരിച്ചിട്ടില്ല. ഞാൻ പ്രതീക്ഷിക്കാണ്ട് എടുത്ത വീഡിയോ ആണ് കേട്ടാ. ഞാൻ പൊന്നൂസിനെ വാനിൽ കൊണ്ടാക്കിയതിന് ശേഷം വന്നിട്ട് വെറുതെ ഒന്ന് ചിന്തിച്ചിട്ടേ ഉള്ളൂ ഒന്ന് എടുത്താലോ എന്ന്, അങ്ങനെ അങ്ങ് എടുത്തു പോയതാണ് കേട്ടാ. ഇത് ആദ്യമേ എടുക്കണമെന്ന് വിചാരിച്ചതാണെങ്കിൽ ഞാൻ പൊന്നു പോകുന്ന വീഡിയോയും കാര്യങ്ങളെല്ലാം എടുക്കുവേനു. പൊന്നൂസിന്റെ വീഡിയോയിൽ ഇടാൻ കുറെ ആൾക്കാർ എന്നോട് റിക്വസ്റ്റ് ചെയ്യലുണ്ട് കേട്ടാ. പൊന്നൂസിന് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് എനിക്കറിയാം. ചില സമയത്ത് ഓക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര വാശിയായിരിക്കും കേട്ടാ. രാവിലെ എണീച്ചാൽ ഒരു യുദ്ധം തന്നെ കഴിയേണ്ടി വരും ഒന്ന് പറഞ്ഞയക്കാനായി. ഇന്ന് തന്നെ ഭയങ്കര വാശിയനും ഭയങ്കര വാശിയെല്ലായിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞയച്ചത്. എങ്ങനെയല്ലോ ആണ് പറഞ്ഞു വിടുന്നത്. ഇന്ന് ഏട്ടൻ വൈകുന്നേരം കൂട്ടാൻ വരൂ എന്നെല്ലാം പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ടുള്ളത്. അങ്ങനെ എന്റെ പല്ല് തേപ്പെല്ലാം കഴിഞ്ഞ്, പല്ല് തേച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് ജ്യൂസ് എടുത്ത് കുടിക്കലേനു കേട്ടോ. ഇപ്പൊ ജ്യൂസ് തീർന്നു പോയോണ്ട് ഇനി അത് അടിച്ചിട്ടേ ഇനി കുടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ജ്യൂസ് പെട്ടെന്ന് തന്നെ അടിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം പെട്ടെന്ന് അങ്ങനെ നിർത്തിയാൽ ശരിയാവൂല. ഒന്നും വരൂന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, ഞാൻ അത് കുടിച്ചപ്പോൾ എനിക്ക് കുറച്ച് മാറ്റങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അത് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. അങ്ങനെ ഞാൻ എന്റെ ഫേവറേറ്റ് സോങ്ങും വെച്ചിട്ട് കുളിക്കാൻ പോയി കേട്ടാ. അപ്പൊ ഈ സോങ് കാണിച്ചത് വേറെ ഒന്നല്ല, ഞാൻ കുളിച്ചിട്ട് വരുന്നവരെ ഇനി ഒരു ബുദ്ധിമുട്ടാണ്ടാന്ന് വെച്ചിട്ടാണ്. അപ്പൊ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട്. ഇന്ന് ചിങ്ങ 1-ാം തീയതി ആണല്ലേ. എന്റെ അമ്മേന്റെ വിചാരോ ഇന്ന് സംക്രമേനു എന്നാണ് കേട്ടാ. അപ്പൊ ഇന്ന് ചിങ്ങ 1-ാം തീയതി ആണെന്ന് കലണ്ടർ നോക്കിയാരാന്ന് മനസ്സിലായത്. എല്ലാ ദിവസവും വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ആവുമ്പോൾ ഞാൻ അമ്മേനോട് എന്താ പറയാന്നറിയാം, അമ്മ നാളെ തൊട്ട് എനിക്ക് നന്നാവണം എന്നാണ്. പക്ഷേങ്കിൽ അമ്മക്കത് കേട്ടാല് ഒന്നും തിരിച്ചു പറയാനുണ്ടാവില്ല കേട്ടാ. അമ്മക്ക് അറിയാം ഞാൻ നന്നാവെന്ന് പറഞ്ഞാല് ആ പറഞ്ഞാടി ഇരിക്കലേ ഉണ്ടാവും. ഒരിക്കലും ഇന്ന് ഈ നന്നാവാൻ പോകുന്നില്ലാന്നേ അമ്മ തിരിച്ചു പറയുള്ളൂ എന്ന് എനിക്കറിയാം. എന്നാൽ ഇന്ന് ചിങ്ങ 1-ആന്നുള്ള കാര്യം എനിക്ക് അറിയില്ലേനു. അമ്മ എന്നോട് പറഞ്ഞുതരാന്ന് ഞാൻ അറിഞ്ഞത്. പക്ഷെ ഇന്ന് തന്നെ എനിക്ക് രാവിലെ എണീച്ച് കുളിക്കാനെല്ലാം തോന്നി. എന്നാ തോന്നിച്ചേന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഇനി ദയവായിട്ട് തോന്നിച്ചാണോ എന്നുള്ള കാര്യം ഒന്നും എനിക്കറിയില്ല. എന്തായാലും ഇന്ന് കുളിച്ച സ്ഥിതിക്ക് നാളെ തൊട്ടങ്ങ് കുളി രാവിലെ തന്നെ തുടങ്ങിയാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരിക്കൽ ഞാൻ ഇതുപോലെ കുളിയെല്ലാം കഴിഞ്ഞ് രാവിലെ വിളക്കെല്ലാം കത്തിക്കുന്ന ആളേനു. പക്ഷെങ്കിൽ ആ വിളക്ക് ഞാനൊരു
വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ വിളക്ക് കത്തിക്കൽ ഇങ്ങനെ മുടങ്ങുന്നോണ്ടാന്ന് കേട്ടോ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മുടക്കിയത്. ഈ വിളക്ക് കത്തിക്കൽ എന്ന് പറഞ്ഞാല് ഡെയിലി ഒരുപോലെ കത്തിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. എന്റെ കാര്യത്തിലാണെങ്കിൽ അത് എപ്പെങ്കിലും എല്ലാം ആയിപ്പോയി എന്ന് വേണം കേട്ടോ പറയാനായിട്ട്. കാരണം വേറെ ഒന്നുമല്ല, ഒന്നിക്കൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളെല്ലാം ആയിട്ട് അത് അങ്ങനെ അങ്ങ് മുടങ്ങിപ്പോകും, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാനുണ്ടാകും എന്നപ്പം മുടങ്ങിപ്പോകും. അപ്പൊ ഇതിങ്ങനെ ഒരേ മുടക്കം ഇങ്ങനെ മുടങ്ങുന്ന കാണുമ്പോൾ എന്റെ വിളക്ക് കത്തിക്കൽ എപ്പെങ്കിലും എല്ലാം ആയിപ്പോയി കേട്ടാ. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മുടക്കി. കാരണം എപ്പെങ്കിലും കത്തിച്ചിട്ട് കാര്യമില്ലല്ലോ, എപ്പോഴും ഒരുപോലെ കത്തിക്കുമ്പോൾ അല്ലേ നമുക്ക് മനസ്സിനായാലും ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എപ്പെങ്കിലും കത്തിക്കുന്നതുകൊണ്ടാണോ ഇനി എനിക്ക് ഇങ്ങനെ ഇടക്കിടക്ക് ഓരോ ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ വരുന്നത്, ഇനി അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു ഇത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാനത് അങ്ങ് മുടക്കിയതാണ് കേട്ടാ. അപ്പൊ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ദോശയാണ് കേട്ടാ. അപ്പൊ ഞാൻ കുളിച്ച് വന്നപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേഗം പോയിട്ട് പല്ലെല്ലാം തേച്ചിട്ട് വാ, ഞാൻ ദോശ എടുത്ത് വെക്കാന്നുള്ളത്. അപ്പൊ ഇന്ന് ഏട്ടന് ദോശക്ക് ചമ്മന്തിയാണ് കേട്ടോ ആക്കി കൊടുത്തത്. നമുക്ക് രാവിലെ ദോശക്ക് കഴിക്കാനായിട്ട് ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് രാവിലെ മീൻകറി കൂട്ടി കഴിക്കുന്നതാണ് ഇഷ്ടം. ഏട്ടന് അത്ര വലിയ താല്പര്യമില്ല കേട്ടോ, മീൻകറി വലിയ താല്പര്യമില്ല. ആദ്യം ഏട്ടന് മീൻകറി ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പൊ എന്തോ ഒരു താല്പര്യക്കുറവ് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഏട്ടന് മാത്രം സെപ്പറേറ്റ് ചമ്മന്തി അരച്ചു കൊടുത്തു കേട്ടോ ഞാൻ. അപ്പൊ എനക്കും നല്ലപോലെ വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രിക്ക് ഞാൻ പറഞ്ഞല്ലോ നേരം പോയി വന്നോണ്ട് അങ്ങനെ കയറി കിടക്കുക ചെയ്തത്. അപ്പോൾ രാത്രിക്കൊന്നും കഴിച്ചിട്ടുമില്ല. അപ്പൊ ഞാൻ ഏട്ടന് ഗുളികയും എടുത്തു കൊടുത്തിട്ട് ഞാനും ദോശ എടുത്തിട്ട് വന്നു കേട്ടോ. എനക്ക് പിന്നെ ഇതുപോലെ ദോശയോ എന്ത് കഴിക്കുമ്പോൾ ആയാലും ഒന്നിക്കൽ ഫോൺ അല്ലെങ്കിൽ TV മോശമാണെന്നറിയാം, പക്ഷേങ്കിൽ അതില്ലാണ്ട് ഇപ്പം ആകുന്നില്ല, എന്ത് ചെയ്യാനാവൂല. അപ്പം ഞാൻ നല്ലൊരു സിനിമയും അവിടെ വെച്ചോട്ടെ. വേറെ നല്ല അല്ലു അർജുൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞ സിനിമയാണ് കേട്ടോ വെച്ചത്. അപ്പോൾ ഏട്ടനും കൂടി TV കാണുന്നതുകൊണ്ടാണ് ഞാനത് വെച്ചത്. ഏട്ടൻ്റെയും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ് കേട്ടോ ഈ കൃഷ്ണ എന്ന് പറഞ്ഞ ഫിലിം. പക്ഷേങ്കിൽ ചില സമയത്തുണ്ടല്ലോ ഒരു സിനിമ വെച്ചാൽ അത് കാണണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലേ ഞാൻ കാണുള്ളൂ. ഞാനിപ്പോൾ ദോശ തിന്നുന്ന ടൈമിലായാലും ആ സിനിമ എനിക്ക് കാണണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണൂ, അല്ലെങ്കിൽ ദോശ തിന്നു കഴിഞ്ഞാൽ പാട് ഞാനപ്പാടെ അതും പൂട്ടിയിട്ട് എണീച്ച് പോകും കേട്ടോ. അങ്ങനെ ചായയോടെയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ ക്ലീനിങ്ങിലേക്ക് കടക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എൻ്റെ കാര്യം പറയലാണെങ്കിൽ ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് നേരെ ഓപ്പോസിറ്റേ ചെയ്യൂ എന്നുള്ളതാണ് സത്യം. ഇപ്പൊ ക്ലീനിങ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിക്കൽ ഞാനത് കുറച്ച് സമയം അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ബാക്കി അങ്ങനെ തന്നെ അടി ഇട്ടിട്ട് പോകും കേട്ടോ. പക്ഷേങ്കിൽ ഇന്ന് മനസ്സിരുത്തി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോയിൽ ഇതേവരെ ഇങ്ങനെ ഒരു ബഹളം, അതായത് റൂമിൽ ഇങ്ങനെ അലങ്കോലായിട്ട് ഇട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നിങ്ങനെ ഇച്ചിരി അലങ്കോലായി പോയി കേട്ടോ. ഒന്നാമത് ഇന്നലെ ഞാൻ വർക്കിന് പോയിട്ടുണ്ടേനു. ഞാനാണെങ്കിൽ ഞായറാഴ്ച ദിവസം കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാം ഒന്ന് അടുക്കി പൊറുക്കി വെക്കുന്നതേനു കേട്ടോ. പക്ഷെ ഇന്നലെ വർക്കിന് പോയോണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വർക്കിന് പോയിട്ടാണെങ്കിലും വർക്കിന് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവിടുന്ന് വർക്ക് കഴിഞ്ഞിട്ട് എല്ലാം ബാഗിൽ അങ്ങനെ തന്നെ പെറുക്കി കൂട്ടി ഇടുക ചെയ്തത്. അതുകൊണ്ടൊന്നും മര്യാദയ്ക്ക് എടുത്തു വെക്കാൻ പറ്റിയിട്ട് എല്ലാം വീട്ടിൽ ചെന്നിട്ട് പിന്നെ എടുത്തു വെക്കാന്ന് ഞാൻ വിചാരിച്ചത് കേട്ടോ. ഇന്നലെ ഞാൻ ഏട്ടൻ്റെ ബാഗിലാണ് മേക്കപ്പ് സാധനങ്ങളെല്ലാം ഇട്ടിട്ട് പോയത് കേട്ടോ. അത് ചെറിയൊരു പണി കിട്ടിയെന്ന് വേണം പറയാനായിട്ട്. അപ്പം സാധനങ്ങളെല്ലാം കുത്തി നിറച്ചതിൻ്റെ പേരിൽ ആ ബാഗ് ചെറുതായിട്ടൊന്ന് കീറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏട്ടനോട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് അത് സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചു തന്നാ മതി എന്നാണ്. ഇതാണ് സ്വന്തമായിട്ട് ബാഗ് ഇല്ലെങ്കിലുള്ള പ്രശ്നം. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഒരു ട്രോളി ബാഗ് ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാവുമ്പോ എല്ലാ സാധനങ്ങളും ആ ബാഗിൽ തന്നെ ഇട്ടിട്ട് പോകാലോ, വേറെ വേറെ ബാഗ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒരു വർക്ക് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനവും ഇതുപോലെ ക്ലീൻ ചെയ്ത് വെക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പൊ ഈ ഒരു കാര്യം ഞാൻ അറിഞ്ഞത് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ പഠിച്ച അക്കാഡമിയിൽ ഇതുപോലെ അവർ വന്നപാട് എല്ലാ സാധനങ്ങളും ഇപ്പം ബ്രഷ് ആയാലും എന്ത് സാധനമായാലും ഫൗണ്ടേഷൻ ആയാലും എല്ലാവരും എടുത്ത് ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ വെക്കല്. അപ്പം ഞാൻ ആടുന്ന് കണ്ടോണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ അടുത്ത വർക്കിന് പോകുമ്പോൾ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർക്കിനാടി എത്തിക്കഴിഞ്ഞാൽ അത് അപ്പാടെ തന്നെ എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് വന്നേമ്പാടന്നെ ഞാൻ വന്നേമ്പാടല്ല വന്നതിൻ്റെ പിറ്റേ ദിവസം കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇതെല്ലാം അടുക്കി പൊറുക്കി വെക്കുന്ന സമയത്ത് ബ്രഷും അതുപോലെ എല്ലാ സാധനങ്ങളും ഒന്ന് നല്ല നീറ്റായിട്ട് തുടച്ചതിന് ശേഷമാണ് കേട്ടോ എടുത്ത് വെക്കുന്നത്. എന്നോട് ബ്രൈഡൽ വർക്ക് ഞാൻ പഠിക്കാൻ പോയി വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ചേച്ചി എങ്ങനെയുണ്ട് ബ്രൈഡൽ വർക്കിന് പോയിട്ട് എങ്ങനെയുണ്ട്, പഠിക്കാൻ പോയിട്ട് എങ്ങനെയുണ്ട്, മനസ്സിലാകുന്നുണ്ടോ, ഒരുപാട് കാര്യങ്ങൾ ഓരോരാൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ആ കാര്യം ചോദിച്ച് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മൾ പഠിക്കാൻ പോയിട്ട്
എനിക്ക് ഏകദേശം ഒരു 75,000 രൂപ ആയിട്ടുണ്ട് കേട്ടോ. ലോൺ എടുത്തിട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പം അതെല്ലാം ഇനി വർക്കിലൂടെ വേണം തിരിച്ചു പിടിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഈ 75,000 രൂപ എന്നുള്ളത് ഞാൻ പറഞ്ഞത് സാധനങ്ങൾക്ക് അടക്കാന്ന് കേട്ടാ. പഠിക്കാനൊരു ഫീസ്, ഈ സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ വേറൊരു പൈസ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം വാങ്ങിക്കാന്ന് പറഞ്ഞാൽ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. നല്ല ബ്രാൻഡിൻ്റെ സാധനങ്ങളാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. PAC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ സാധനങ്ങളാണ് എൻ്റെ അടുക്കുള്ള ഒട്ടുമിക്ക ഐറ്റംസും ആയൊരു ബ്രാൻഡിൻ്റെ സാധനങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് യാതൊരുവിധ ഫേസിന് യാതൊരുവിധ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ടെൻഷനും അടിക്കണ്ടെന്ന് നമ്മളോട് ആടുന്ന അക്കാഡമിന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ അത് യൂസ് ചെയ്തതിന് ശേഷം നമുക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്നാമതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കുറച്ച് വർക്ക് എടുത്തു, അപ്പോൾ കുറച്ച് പരിചയമായി, പ്രോഡക്റ്റ് ആയാലും വർക്കായാലും കുറച്ച് പരിചയമായി കഴിഞ്ഞു. അപ്പം നമുക്കിപ്പോൾ ഏകദേശ കാര്യങ്ങളെല്ലാം മനസ്സിലായി വരുന്നുണ്ട്. അപ്പോൾ ആദ്യമല്ലെന്ന് പറഞ്ഞാൽ ഒരു സ്വന്തമായിട്ടൊരു ഓപ്ഷൻ ഇല്ലാത്ത ഒരു ഇതേനും. അപ്പം നമുക്ക് മറ്റൊരാളോട് ചോദിക്കണം, എന്ത് കാര്യമായാലും മറ്റൊരാളോട് ചോദിക്കണം, എങ്ങനെയാണത് ചെയ്യേണ്ടത്, ഏത് പ്രോഡക്റ്റാണ് വാങ്ങേണ്ടത് എല്ലാം ചോദിക്കണം. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് ഒരു ഐറ്റം വാങ്ങാനുള്ള ഒരു ഇത് നമുക്കായിട്ടുണ്ട്. അപ്പം ആദ്യം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അറിയാത്തൊരു ടൈമാണല്ലോ. അപ്പം നമുക്ക് എന്തായാലും ചോദിക്കേണ്ടി വരും, എങ്ങനെയാണ് വാങ്ങേണ്ടത്, എങ്ങനെയാണെന്നെല്ലാം ചോദിക്കേണ്ടി വരും. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനെ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് തന്നെ സ്വന്തമായിട്ട് വാങ്ങാനും നമുക്ക് തന്നെ സ്വന്തമായിട്ട് തീരുമാനം എടുത്ത് വാങ്ങാനുള്ള ഒരു ഇത് നമുക്ക് ആവും കേട്ടോ എന്തായാലും. പിന്നെ ഈ ഒരു കോഴ്സ് പഠിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ലതേ പറയുള്ളൂ, കാരണം നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റിയ പണി തന്നെയാണ്. നമ്മൾ പഠിച്ചിറങ്ങിയ സമയത്ത് ഇതിന്റെ സീസൺ ഔട്ടായി നിൽക്കുന്ന സമയമായിരുന്നു കേട്ടോ. അപ്പൊ ഇപ്പൊ ചിങ്ങ 1 തൊട്ട് കല്യാണ സീസണെല്ലാം തുടങ്ങിയിട്ടുണ്ട്, ഒരുപാട് വർക്ക് കിട്ടും എന്നെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇന്നലെ നമുക്കൊരു വർക്ക് ഉണ്ടായിരുന്നു, അത് ബ്രൈഡൽ അല്ല, അത് ഗസ്റ്റ് മേക്കപ്പിന്റെ വർക്ക് ആയിരുന്നു. അപ്പൊ ഇതുപോലെ ഗസ്റ്റ് മേക്കപ്പ് കിട്ടുന്ന സമയത്ത് നമ്മൾക്ക് അധികം നമ്മളിപ്പോ അല്ലെങ്കിൽ നമ്മൾ പേയ്മെന്റ് ഓവർ പറയുന്നില്ല, നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു പേയ്മെന്റിലേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല പേയ്മെന്റ് എന്തായാലും പറഞ്ഞു തുടങ്ങണം, കാരണം നമ്മൾ പറയുന്ന പേയ്മെന്റ് വളരെ കുറവാണ്, നമുക്ക് ഭയങ്കര നഷ്ടമുള്ള കേസാണ് കേട്ടോ ഇത്. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വർക്കെല്ലാം നല്ലോണം ആകുന്ന സമയത്ത് കുറച്ച് പേയ്മെന്റ് കൂട്ടിയിട്ട് തന്നെ വർക്ക് എടുക്കും കേട്ടോ. കാരണം നമ്മളെ പ്രോഡക്റ്റിനെല്ലാം അത്രയും നല്ല പൈസയുണ്ട്, നല്ല പൈസേൻ്റെ പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ എമൗണ്ട് ആകുന്ന സമയത്ത് എന്തായാലും അത് നടക്കുന്ന കേസല്ല കേട്ടോ. അതുകൊണ്ട് കുറച്ചായിട്ട് എന്തായാലും പൈസ കൂട്ടുന്നതായിരിക്കും. പിന്നെ ഇപ്പം ഞാൻ പോയിട്ട് ആ TV അങ്ങ് ഓഫാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടേനു അനക്കും ഏട്ടനും ഒരുപോലെ ഇഷ്ടമുള്ളൊരു സിനിമയാണ് കൃഷ്ണ. അപ്പം അനക്കും ഏട്ടനും കൂടിയിട്ട് ഒന്ന് പുറത്ത് പോകാനുണ്ടേനു, 1-2 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഏട്ടൻ ആടെ തന്നെ ഇരിക്കുന്ന കണ്ടോണ്ടാണ് ഞാനത് ഓഫാക്കിയത് കേട്ടോ, എണീച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മ പറഞ്ഞ് ചായ എന്തായാലും എടുത്തിട്ടുണ്ട്, ഇനിയിപ്പോൾ അത് കുടിച്ചിട്ട് പോയിക്കോന്ന്. അപ്പം അത്രയും സമയം കൂടി ഏട്ടൻ എന്നോട് പറഞ്ഞ ആ സിനിമ ഒരിക്കൽ വെക്കുമെന്ന് ചോദിച്ച്. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഏട്ടൻ ആടെ തന്നെ കണ്ടിരുന്നു പോകും, അതുകൊണ്ട് വേഗം ചായ കുടിക്കുക എന്നിട്ട് പോയിട്ട് വരാമെന്ന്. അപ്പോൾ പോകാനുള്ളത് എവിടെയല്ലാന്ന് വെച്ചാൽ പൊന്നൂസിൻ്റെ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഓക്ക് ഒരു ഫാൻസി ഡ്രസ്സിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ജാൻസി റാണിയായിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ടേനു, അതെല്ലാം ഒന്ന് തിരിച്ചു കൊടുക്കാൻ പോകണം. പിന്നെ മീനോ എന്തെങ്കിലും വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് കറി വെക്കാനാണെങ്കിൽ മീനോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് വാങ്ങണം, അതിന് കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ കുറേ നേരമായി ഏട്ടനെ വിളിക്കുന്നത്. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ സിനിമയും കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ചായ കൂടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പൊന്നൂസിൻ്റെ കോസ്റ്റ്യൂം പിന്നെ വാള് പരിചാ സാധനങ്ങളെല്ലാം നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് തിരിച്ചുകൊണ്ട് കൊടുക്കണോ. ഇൻഡിപെൻഡൻസ് ഡേ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 2 ദിവസമായി, 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളത് തിരിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓള് വന്നപ്പോൾ സ്കൂള് വിട്ട് വന്ന സമയത്ത് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ കൊണ്ടു കൊടുത്താൽ അവരത് പൂട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഇൻഡിപെൻഡൻസ് ഡേൻ്റെ അന്ന് കൊണ്ട് കൊടുക്കാതിരുന്നു കേട്ടോ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഇന്നലെ ആണെങ്കിൽ ഞായറാഴ്ചയേനു, അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ കൊടുക്കാൻ പറ്റാതിന്. അപ്പോൾ ഇന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വേഗം തന്നെ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിലാണെങ്കിൽ എൻ്റെ ഏട്ടൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്, ചെറുതായിട്ടൊന്ന് ഉടക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ആശാന്റെയും ആന്റിയും മുഖം ഇങ്ങനെ കടന്നൽ കുത്തിയ പോലെ ഇരിക്കുന്നത്. കുറേ ദൂരമൊന്നുമില്ല, ഇവിടെ അടുത്ത് തന്നെയാണ്, തന്തോട് കുറച്ചേ പോകാനുള്ളൂ. സത്യം പറഞ്ഞാൽ നടക്കേണ്ട ദൂരേ ഉള്ളൂ. എന്നാലും ഞാൻ പിന്നെ കാർ എടുത്ത് പോയത് എന്താന്ന് വെച്ചാൽ ഇരിട്ടിക്ക് ജസ്റ്റ് ഒന്ന് ഇരിട്ടീൻ്റെ അവിടെ ടച്ച് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്നിരുന്ന ഡ്രസ്സ് ഇട്ടിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ എവിടെയെങ്കിലും പുറത്തിറങ്ങണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ലാതെ ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട്.
എന്ത് കാര്യത്തിനായാലും ഏട്ടൻ പുറത്തിറങ്ങിക്കോളുക. കാരണം ഇങ്ങി ഇരുട്ടിൻ്റെ ഉള്ളിലേക്ക് വരുമെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലേനു. ഇങ്ങി ഇരുട്ടിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഇരുട്ടീൻ്റെ ആ പാലത്തിൻ്റെ ഇപ്പുറത്ത് നിന്നിട്ട് മീനും കുറച്ച് പച്ചക്കറിയെല്ലാം ആടുന്ന് വാങ്ങാന്നേനു ആദ്യം വിചാരിച്ചത്. അപ്പോൾ ഇരുട്ടിയിൽ വന്നിട്ട് ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുണ്ടേനു. ആ ഫോട്ടോസ്റ്റാറ്റിൽ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനും പിന്നെ അമ്മമ്മക്കൊരു ടാബ്ലറ്റ് വാങ്ങാനുണ്ടെന്ന് ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടേനും പോലും അത് ഞാൻ അറിയില്ലേനു. ഏട്ടൻ കാറിൽ കയറിയിട്ട് അടിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എന്നോട് പറയുന്നത് അമ്മമ്മക്കൊരു ടാബ്ലറ്റ് വാങ്ങാനുണ്ട്, അതും കൂടി വാങ്ങണമെന്ന്. അപ്പം നേരെ ഞാൻ വീട്ടിൽ നിന്നിരുന്ന ഡ്രസ്സ് ഇട്ടിട്ടാണ് നേരെ ഇരിട്ടിക്കേക്ക് പോയത്. അപ്പം നമ്മൾ മീൻ വാങ്ങാൻ വേണ്ടി നിർത്തിയതാണ്. മീൻ വാങ്ങാൻ വേണ്ടി നിർത്തിയപ്പോൾ എന്നോട് ചോദിച്ചു പാർട്സ് വേണോന്ന്. അപ്പോൾ പാർട്സ് വാങ്ങുന്നതാണ് നല്ലതെന്ന് തോന്നിയോണ്ട് ഞാൻ പറഞ്ഞു ഏട്ടാ എന്നാൽ പാർട്സ് വാങ്ങിക്കോ, അതാവുമ്പം പൊന്നൂസിനെല്ലാം ഭയങ്കര ഇഷ്ടമായിരിക്കും, അത് വാങ്ങിക്കോന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പാർട്സ് വാങ്ങാൻ വേണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. പനിയായോണ്ട് തന്നെ ഏട്ടൻ പാർട്സ് കൂട്ടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല. അതിപ്പം മീൻ വാങ്ങിയാലും ഏട്ടൻ കൂട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം ഉച്ചക്ക് ഏട്ടൻ എന്തായാലും കഞ്ഞി വേണ്ടി വരും പനി ആയതുകൊണ്ട്. ഇപ്പം ചെറിയ ചൂടേ ഉള്ളൂ, നമ്മൾ കാണിച്ചിനേനു. അപ്പോൾ ഇന്ന് രാത്രിക്ക് നല്ലോണം അധികം ഉണ്ടെങ്കിൽ ഒന്നും കൂടി പോയിട്ട് കാണിക്കേണ്ടി വരും. അപ്പോൾ ഏട്ടൻ പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ടും കൂടി പോയിട്ടുണ്ട് കേട്ടോ. ഇതിനെല്ലാം ഞാൻ പോവുകേനും എനിക്ക് യാതൊരു കുഴപ്പമില്ലേനു. പക്ഷേങ്കിൽ ഞാൻ വീട്ടിൽ നിന്നിരുന്ന ഡ്രസ്സായി പോയി, എന്താ ചെയ്യുക. അപ്പോൾ ഞാൻ പിന്നെ ഏട്ടനോട് പറഞ്ഞ് ഏട്ടൻ പോയി വാങ്ങിക്കോന്നെല്ലാം പറഞ്ഞിട്ടാണ് കേട്ടോ സോപ്പ് ഇട്ടിട്ടാണ് പറഞ്ഞ് വിട്ടത്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ച്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ മെല്ലനെ ഒന്ന് അടി മാറ്റാൻ വേണ്ടി ഒന്ന് ശ്രമിച്ച് നോക്കി കേട്ടോ. അപ്പോൾ വലിയതായിട്ട് വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ അടിയെല്ലാം മാറി നേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പാർട്സ് വെക്കാനുള്ള പരിപാടിയും കാര്യങ്ങളെല്ലാം നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേനോ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടേ നടക്കുള്ളൂ എന്നുള്ളത്. ഞാൻ നേരത്തെ വിചാരിച്ചിനേനു ആ റൂമെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം. മേക്കപ്പിൻ്റെ സാധനങ്ങളെല്ലാം അടുക്കി പൊറുക്കി വെച്ചതിന് ശേഷം ഡ്രസ്സും കാര്യങ്ങളെല്ലാം അടുക്കി വെച്ചിട്ട് എല്ലാം പൊന്നൂസിൻ്റെ ടേബിളായാലും എല്ലാം അടുക്കി വെക്കണം എന്ന് ഞാൻ വിചാരിച്ചിനേനും. പക്ഷെ ഒന്നും നടന്നിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എനിക്ക് നടക്കരുള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ തീരുമാനങ്ങളൊന്നും എടുക്കാണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഓരോ ജോലിയും ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പം എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം അമ്മ എന്നോട് പറഞ്ഞ് കറി ഞാൻ വെച്ചോളൂ, നീ പച്ചക്കറിയും കാര്യങ്ങളെല്ലാം ഒന്ന് അരിഞ്ഞു തന്നാൽ മതി, കറി ഞാൻ വെച്ചോളൂ എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉള്ളിയും കാര്യങ്ങളെല്ലാം അരിയലാന്ന് കേട്ടോ. അപ്പോൾ ഉള്ളി ഇതുപോലെ തോല് പൊളിച്ചതിന് ശേഷം ഞാൻ നല്ല വൃത്തിക്ക് കഴുകിയിട്ട് മാത്രമേ ഇങ്ങനെ അരിയലുള്ളൂ. അപ്പോൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാണ്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഉള്ളീൻ്റെ തോല് കളഞ്ഞാൽ കടന്നൊരു കറുത്ത കളർ ഒരു പൂപ്പൽ പോലത്തെ സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കര വിഷമാണെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ട് മാത്രമേ ഞാൻ ഇതുപോലെ ഉള്ളി അരിയലുള്ളൂ. പിന്നെ എനക്കാണെങ്കിൽ ഈ ഉള്ളി അരിയുന്ന സമയത്ത് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഫിംഗർ ക്യാപ്പെല്ലാം ഇട്ടിട്ട് മുറിച്ചാൽ അത്ര വലിയ വൃത്തിയായിട്ട് തോന്നൂല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ചോപ്പിംഗ് ബോർഡ് വെച്ചിട്ട് മാത്രമേ ഞാൻ കട്ട് ചെയ്തെടുക്കലുള്ളൂ. പിന്നെ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടേനു ഈ ചോപ്പിംഗ് ബോർഡ് ഞാൻ അന്ന് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടേനു. അല്ല, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വാങ്ങിയ ചോപ്പിംഗ് ബോർഡ് ആടെ ഉണ്ട്. അപ്പോൾ ഇത് നോർമൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും മുമ്പ് യൂസ് ചെയ്തുകൊണ്ടുന്ന ചോപ്പിംഗ് ബോർഡേനു കേട്ടോ. അത് ഞാൻ കളഞ്ഞിട്ടൊന്നുമില്ല, അതും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയതും അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എളുപ്പത്തിന് വേണ്ടി ഏതാ എടുക്കുന്നൊന്നും തിരിയൂല, ഏതെങ്കിലും എടുത്തിട്ട് ഇങ്ങി വരുന്നതാണ്. ട്രെയിൻ ചെയ്ത് വർത്താനം പറയുന്നോണ്ടാണോ എന്നറിയില്ല, എൻ്റെ തൊണ്ടക്ക് എന്തോ കരകര പോലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും തോന്നല്ലേ. അപ്പോൾ ഒരുവിധം പച്ചക്കറികളെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നി ചിക്കൻ കറിക്ക് ഇത് മാത്രമേ വേണ്ടൂ, വേറെ ഒന്നും വേണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ പച്ചക്കറിയെല്ലാം അരിയുന്ന സമയത്ത് അമ്മ ചിക്കനെല്ലാം നല്ല വൃത്തിക്ക് കഴുകി വെച്ചിനേനു കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ ഓരോരോ മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കലാണ്. അപ്പോൾ ചിക്കൻ മസാല ഇതുപോലെ ചൂടാക്കിയതിന് ശേഷമാണ് അതിലേക്ക് ഇട്ട് കൊടുക്കൽ. പിന്നെ ഇപ്പോൾ ഇടുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടിൻ്റെ കളർ കണ്ടിട്ടൊന്നും നോക്കണ്ട, മല്ലി നല്ലപോലെ വറുത്തിട്ട് പൊടിച്ചതാണ് കേട്ടോ. പൊടിച്ച സമയത്ത് വറക്കുന്ന സമയത്ത് മല്ലി ലേശം കരിഞ്ഞു പോയതാണ്. അപ്പോൾ അത് വലിയ ടേസ്റ്റ് കുറവൊന്നുമില്ല, നമ്മൾ മുന്നേ വെച്ചതിനും വലിയ ടേസ്റ്റ് കുറവൊന്നും ഇല്ലേനു. അപ്പോൾ ആദ്യം നമ്മൾ ചിക്കൻ കറി വെക്കുന്നത് ഇങ്ങനെയല്ലേനു, ഓരോ പച്ചക്കറികളും അതായത് ഇപ്പോൾ ഉള്ളി വഴറ്റി, അതിനുശേഷം തക്കാളി വഴറ്റി, അതിനുശേഷം പച്ചമുളക് വഴറ്റി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വഴറ്റി, അങ്ങനെ ഓരോന്നും വഴറ്റിയിട്ടേനും നമ്മൾ ചിക്കൻ കറി വെക്കൽ. എന്നാൽ പിന്നെ ഇപ്പോൾ കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി ഇങ്ങനെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ അടുപ്പത്തേക്ക് കയറ്റി വെക്കൽ. ഇതാകുമ്പോൾ സമയവും ലാഭമാണ്, പോരാത്തതിന് മറ്റേ കറീനേക്കാൾ ടേസ്റ്റും കൂടി തോന്നലുണ്ട് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു ടേസ്റ്റ് ഉള്ള പോലെ തോന്നുന്നുണ്ട്. നമ്മൾ ഇതുപോലെ മല്ലിയും മുളകും ഇങ്ങനെ വറുത്തിട്ട് ആണ് കേട്ടോ മല്ലിപ്പൊടി പൊടിച്ചെടുക്കൽ. അത്
അതും ചില സമയത്ത് ആവശ്യത്തിന് മാത്രമേ ആക്കി വെക്കലുള്ളൂ. ഇത് കഴിഞ്ഞ പ്രാവശ്യം പൊടിച്ചതേനു, അത് കുറച്ച് ബാലൻസ് ഉള്ളതുകൊണ്ട് അതെടുത്ത് ഇട്ടതാണ് കേട്ടോ. അപ്പം ഞാൻ പച്ചക്കറിയെല്ലാം അരിഞ്ഞതിന് ശേഷം ഞാൻ വേഗം പോയിട്ട് അലക്കാൻ വേണ്ടി പോക്കാന്നേ. അപ്പോൾ ഇനി അലക്കാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകും. എന്നോട് ഏട്ടൻ എപ്പോൾ പറയലുണ്ട് വൈകുന്നേരം അലക്കാൻ നിൽക്കറേ, അലക്കുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ അലക്കി ഇട്ടോളൂ എന്ന് പറയലുണ്ട്. അപ്പം എനിക്ക് എങ്ങനെയായാലും ഏകദേശം വൈകുന്നേരത്തിൻ്റെ അടുത്ത് എത്തലുണ്ട് കേട്ടോ ഞാൻ. അപ്പം ഇന്നും ഏട്ടൻ്റെ ചീത്ത കേൾക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം തന്നെ പോയിട്ട് അലക്കാൻ വേണ്ടി നോക്കലാന്നേ. അപ്പം ഞാൻ ഈ കല്ലുമ്മൽ അലക്കൽ ഇപ്പം വളരെ കുറവാണ്. ഞാൻ കല്ലുമ്മൽ അലക്കലുണ്ടോ എന്ന് ചോദിച്ചാൽ അലക്കലേ ഇല്ലാന്ന് എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഒരുവിധം എല്ലാ തുണികളും ഞാൻ ഈലിൽ തന്നെ ഇടല്. അത് തോർത്തായാലും എല്ലാം ഞാൻ ഈലിൽ തന്നെയാണ് ഇടല്. പക്ഷെ തോർത്തിനെല്ലാം ചെറിയൊരു എന്തോ മഞ്ഞ കളർ പിടിച്ച പോലെയുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നു തോർത്ത് എന്തായാലും ഇന്ന് പുറത്തുനിന്ന് അലക്കാന്ന്. ബാക്കി തുണിയെല്ലാം വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയലുണ്ട്, ഞാൻ വാഷിംഗ് മെഷീൻ ഇതുപോലെ നല്ലപോലെ വർക്കാവുന്നില്ലേ എന്നെല്ലാം നോക്കിയിട്ട് മാത്രമേ ഞാൻ പോക്കുള്ളൂ. വേറൊന്നല്ല, മോട്ടറിലല്ല ടാങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ പണി കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അമ്മയാടുന്ന ഒരേ ചിരിയാണ് കേട്ടോ. എന്തിന് ചിരിക്കുന്നതാണെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു നാണം വന്നിട്ട് ചിരിക്കുന്നതാണോ എന്നെല്ലാം ഞാൻ പോയി ചോദിച്ചിട്ടുണ്ടേനു. അപ്പം അമ്മ പറഞ്ഞു നാണം വന്നിട്ടൊന്നുമല്ല, എനിക്ക് നീ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ചിരി വന്നിട്ട് ഞാൻ ചിരിച്ചതാണെന്ന്. അപ്പം ഞാൻ വെറുതെ അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ സ്വീപ്പാക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. വെറുതെ ഇങ്ങനെ എന്തെങ്കിലും എല്ലാം പറയണ്ടേ അല്ലേ, അതുകൊണ്ട് പോയതാണ്. അപ്പം ഞാൻ വിചാരിച്ചു അമ്മ കറിയാക്കുന്ന ടൈമിൽ വേഗം പോയിട്ട് തോർത്ത് അലക്കിയിടാന്ന്. ഇപ്പൊ കുറച്ചൊരു ആച്ച് കാണുന്നുണ്ട് കേട്ടോ. ആച്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം ചെറിയൊരു വെയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വേഗം പോയിട്ട് തോർത്ത് അലക്കിയിടാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. കുറേ കാലമായി കല്ല് തൊട്ടിട്ട്, കുറേ കാലം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1.5 മാസമായി കല്ല് തൊട്ടിട്ട്. അപ്പം അമ്മ എന്നോട് ഞാൻ അലക്കാൻ പോകുന്ന സമയത്ത് അമ്മ എന്നോട് പറഞ്ഞെന്താ വെച്ചാൽ, കുറേ കാലത്തിന് ശേഷം നീ കല്ല് ഓടലാന്നല്ലേ എന്ന് പറഞ്ഞിട്ട് ആടുന്ന് തന്നെ കളിയാക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. കുറേ കാലത്തിന് ശേഷം തന്നെയാണ് കല്ല് തൊടുന്നത്. അപ്പോൾ എപ്പെങ്കിലും അല്ല ഇങ്ങനെയല്ല അലക്കണ്ടേ, അല്ലെങ്കിൽ ഈ അലക്കൽ മറന്നു പോകുമെന്ന് വരെ എനിക്ക് സംശയമുണ്ട് കേട്ടോ. എൻ്റെ കാര്യം ആയതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ തോർത്ത് കല്ലുമ്മിലിട്ട് അലക്കിയിട്ട് ആ ആച്ചിന് പോയിട്ട് ഉണക്കിയെടുക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്ക് ചെറിയ രീതിക്ക് ഒരു മഴക്കാറ് പൊന്തുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന സമയത്ത് മാത്രമേ ഈ മഴയ്ക്ക് ഇങ്ങനെ പൊന്താനുണ്ടാകൂ, മഴക്കാറിന് ഇങ്ങനെ പൊന്താനുണ്ടാകൂ. അപ്പം എനിക്ക് ഉറപ്പായി എന്തായാലും ഇത് അലക്കി തീരുമ്പോഴേക്ക് നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം നല്ലപോലെ മഴക്കാറ് പൊന്തി വരുന്നുണ്ട്. അപ്പം ഞാൻ വേഗം അലക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് തുണി മാത്രമേ ഉള്ളൂ, അതായത് ഒരു 3-4 തോർത്തും പിന്നെ ഏട്ടൻ്റെ ഒരു പണി ഡ്രസ്സും കാര്യങ്ങളും അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ പണി ഡ്രസ്സും കാര്യങ്ങളും ഞാൻ പിന്നെ നല്ലപോലെ വെള്ളത്തിൽ ഇങ്ങനെ പൊതിർത്ത് വെച്ചിട്ട് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം വാഷിംഗ് മെഷീനിലിട്ട് ഉണക്കുവാന്ന് കേട്ടോ ചെയ്യല്. അപ്പം ഞാൻ വേഗം തുണിയെല്ലാം ഒലുമ്പി എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം വേറെ നല്ല മഴ വരുന്നുണ്ട്. അപ്പം മഴേൻ്റെ ഒച്ച എനിക്ക് അങ്ങ് കേൾക്കാട്ടോ. അപ്പുറത്തെ അതായത് അക്കരെ ഭാഗത്ത് മഴ പെയ്യുന്നുണ്ട്. നമ്മളൊരു തോട് ഞാൻ കാണിച്ചു തന്നിട്ടില്ലേനോ, അതിൻ്റെ അക്കരെ ഭാഗത്ത് മഴ പെയ്യുന്ന പോലെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ആ മഴ വേണമെങ്കിൽ ഇപ്പം ഇങ്ങെത്തു. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഒലുമ്പുന്നുണ്ട്. പറയലും പറഞ്ഞ് കയ്യിലും മഴ നല്ലോണം പെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല മഴ പെയ്ത് ഞാൻ കുറച്ച് നനഞ്ഞു പോയി. അപ്പം അമ്മ എന്നോട് പറയുന്നുണ്ടെങ്കിലും വേഗം അകത്തേക്ക് കയറി മഴപ്പാറിൽ കൊള്ളല്ല എന്ന് പറയുന്നുണ്ടേനും. മഴപ്പാറിൽ കൊണ്ട് എനിക്ക് പനി ഉറപ്പാന്ന് കേട്ടോ, അത് നമുക്ക് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് എന്നോട് വേഗം കയറാൻ പറഞ്ഞത്. നല്ല മഴയാണ്. ഇനിയിപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് ബാക്കി ഒലുമ്പലും ആറിയിടലും ഒന്നും നടക്കൂല. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ വന്നിട്ട് ചോറ് തിന്നാൻ വേണ്ടി പോക്കാന്ന് കേട്ടോ. അപ്പോൾ ഏട്ടനും ചോറ് കൊടുത്തിട്ടുണ്ടേനു. അപ്പോൾ ഏട്ടൻ അവിടെ നിന്ന് ചോറ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വേഗം വന്നിട്ട് ചോറ് കഴിക്കാൻ വേണ്ടി നോക്കലാന്ന്. ചിക്കൻ കറി ഇതുപോലെ നല്ലപോലെ ഇളക്കിയതിന് ശേഷം മാത്രമേ ഇങ്ങനെ എടുക്കാവൂ കേട്ടോ. അല്ലെങ്കിൽ ആയ വെള്ളം, അതായത് ചാറ് ഇങ്ങനെ ഊറി നിന്നിട്ടുണ്ടാകും. അപ്പം നമ്മൾ ഈ നല്ലപോലെ ഇങ്ങനെ ഇളക്കി എടുക്കുകയാണെങ്കിൽ ചാറിന് കുറച്ചും കൂടി ഒരു കട്ടി വരുന്നത് പോലെ തോന്നും കേട്ടോ. കറി കാണുമ്പം തന്നെ നല്ല ടേസ്റ്റ് ഉള്ളത് പോലെ ഉണ്ട്. പുറത്ത് നല്ല മഴയും അകത്ത് നല്ല ചൂട് ചിക്കൻ കറി, നല്ല ചൂട് ചോറും. അനക്കാണെങ്കിൽ ഇതുപോലെ ചൂട് ചോറ് തിന്നുമ്പോൾ ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ. ചൂട് ചോറ് എന്ന് പറഞ്ഞാൽ ചെറിയ ചൂടേ ഉണ്ടാകാൻ പാടുള്ളൂ, അല്ലാണ്ട് എനിക്ക് ചൂട് വലിയ ഇഷ്ടമല്ല. അപ്പം ഞാൻ ഇപ്പോൾ ആയിട്ട് നോക്കി ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, എൻ്റെ ക്യാമറ, അതായത് എൻ്റെ സ്റ്റാൻഡ് ഞാൻ ആ ടി വിൻ്റെ മുമ്പിലേനും കൊണ്ടുവച്ചത്. അപ്പോൾ ഏട്ടന് ടി വി കാണാൻ മര്യാദയ്ക്ക് പറ്റുന്നില്ലേനും. അപ്പോൾ അത് ആലോചിച്ച് ചിരിച്ചു തന്നിട്ട് അപ്പോൾ ഞാൻ സ്റ്റാൻഡ് എടുത്തിട്ട് നേരെ എൻ്റെ ബാഗ് കൊണ്ടുപോയി വെച്ച്. അങ്ങനെ ചോറെല്ലാം തിന്നു കഴിഞ്ഞതിന് ശേഷം നമ്മളെ തുണി എല്ലാം അലക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് ഇനി ആറിയിടാൻ മേലെ പോകണോ. നല്ല വെയിലും ആച്ചലുണ്ടെങ്കിൽ പുറത്ത് ആറിയിടാന്നേനു കേട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷേ എങ്കിൽ പറഞ്ഞ പോലെ നല്ല മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാം മേലെ ഇടലേ നടക്കുള്ളൂ. അപ്പോൾ ഇന്ന് കുറച്ച് അധികം തുണി അലക്കാനുണ്ടേനു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ എനിക്കൊരു വർക്ക് ഉണ്ടേനു, അതിന് പോയതുകൊണ്ട് തുണി അലക്കലൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് കുറച്ച് സമയം ഇട്ട ഡ്രസ്സെല്ലാം ഉണ്ടാവില്ലേ, അതായത് ഞാൻ ഇന്നലെ പോയ ഡ്രസ്സ്, പിന്നെ അതുപോലെ ഏട്ടൻ കുറച്ച് സമയം കഴിച്ചിട്ട ഡ്രസ്സ്, അങ്ങനത്തെ ഡ്രസ്സെല്ലാം ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ക്വിക്ക് വാഷ് ചെയ്ത് എടുക്കുവാന്ന് കേട്ടോ ചെയ്യല്. എൻ്റെ അലക്കും കാര്യങ്ങളും
കാര്യങ്ങളെല്ലാം കഴിയുമ്പോഴത്തേന് തകർത്ത് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. പുറത്ത് മിറ്റെല്ലാം നല്ല കുളം പോലെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി നോക്കാൻ വേണ്ടി പോയതാണ്, മഴ എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. കുറേ ആൾ എന്നോട് മഴ എന്ന് പറയില്ല, മഴ എന്ന് പറയാന്നെല്ലാം പറയലുണ്ട്. നമ്മൾ കണ്ണൂർ ഭാഷക്ക് മഴയേ പറ്റുള്ളൂ കേട്ടോ, അതേ ഒരു രസമുള്ളൂ കണ്ണൂർ ഭാഷക്ക്. അപ്പം കണ്ടില്ലേ, പുറത്ത് നല്ല പോലെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തകർത്ത് മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാനിത് സൂം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മഴന. അപ്പം എനക്ക് തോന്നുന്നു വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താന്ന്, കാരണം കുറേ ടൈം ഇപ്പം തന്നെ ആയിട്ടുണ്ട്. അപ്പം ഇനി എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ചോറെല്ലാം തിന്ന് കഴിഞ്ഞ് ഇനി ആ തുണിയെല്ലാം ഒന്ന് മടക്കി വെച്ചിട്ട് ആ അലക്കിയ തുണിയെല്ലാം ഒന്ന് കൊണ്ടുപോയി ആറിയിടണം കേട്ടോ. അപ്പം ഇവിടെ വെച്ച് നിർത്താല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേനും എല്ലാവർക്കും ബൈ ബൈ.